2 ദിവസമായിട്ട് സ്കിപ്പ് തന്നെ ആയിരിക്കും. വേറെ ആരൊക്കെയാണ്? ഹനി ചെയ്തിട്ടുണ്ടാവും, റെക്കോർഡ് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. സെജീന റെക്കോർഡ് സെർച്ച് ചെയ്തതാണോ? ഇല്ല ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇയാളുടെ കൂടെ ആയിരുന്നു 2 ദിവസം. ഓക്കെ ഓക്കെ. ജുവൈരിയ എങ്ങനെയായിരുന്നു, ചെയ്തോടാ? ഇല്ല, ഞാനും ചെയ്തില്ല. എനിക്ക് ലൈവായിട്ട് ചെയ്യുമ്പോ ഒരു മൂഡ് ഉണ്ടാവുന്നു, റംല അല്ലാതെ പറ്റുന്നില്ല. ചെയ്തായിരുന്നോ? ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു അല്ലെ? ആദ്യമായിട്ട് വരുന്നോണ്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു അല്ലെ? ആ, അല്ലേ? ആ, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗിവ്നെസിന്റെ ഒക്കെ ഒരു റിവിഷൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിനകത്ത്. ലിങ്ക് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ബിഗിനേഴ്സ് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ കണ്ടിട്ട് വേണം കേട്ടോ. നിർബന്ധമായിട്ട് ഇത് കാണണേ, നിങ്ങൾ എഴുതേണ്ടെന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നിർബന്ധമായിട്ട് കാണുക. രണ്ട് തവണ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൽ ഒന്ന് വളരെ വലുതാണ്, സെപ്പറേറ്റ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, ഫോർഗിവ്നെസ് എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ വലിയ വലിയ ക്ലാസ്സുകളായിട്ട് എടുത്താണ്. അതിനെ എന്താ പറയാ, കാച്ചി കുറുക്കി 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർത്തതുപോലെ, കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർത്തതുപോലെ പറഞ്ഞു തീർത്തതാണ് റിവിഷൻ. അതിലെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഇനി ഓൾമോസ്റ്റ് എല്ലാം കവേർഡ് അല്ല റിവിഷന്റെ ക്ലാസ്സിൽ? എല്ലാം ഇമ്പോർട്ടന്റ് അതിൽ ക്ലിയർ ആണ്. ഒരൊറ്റ തവണ ആ ഒരു ക്ലാസ് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന്. അത് കണ്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയും ചെയ്യാം. പുതിയ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ആ റിവിഷന്റെ ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ട് കാണാം. മീക്കുട്ടി അത് കരിയുന്നുണ്ടോന്ന് ഓഫ് ചെയ്തേക്ക്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിനിമലിസം എന്ന് പറയില്ല, അയ്യോ ഞാനെന്താ തപ്പുന്നേ, മിനിമലിസം എന്ന് പറയില്ലേ? ഓക്കെ, എന്താണ് മിനിമലൈസിങ്, എങ്ങനെയാണ് മിനിമലൈസ് ചെയ്യുക, ആ ഒരു കാര്യം. അത് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നു എല്ലാവരും? ജസീറ കണ്ടു, അൽഹംദുലില്ലാ. ബാക്കിയുള്ളവരൊക്കെ കണ്ടായിരുന്നോ? ഹനി കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ എന്തായാലും പ്രിസൈസ് ആയിട്ട് പറഞ്ഞുതരാം. മിനിമലൈസിന്റെ 2 വേർഷൻ ആണ് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാല് നമുക്ക് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രഷർ നമുക്ക് കയറി വരും. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വൈഡ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വരും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ജോയിന്റ് ഫാമിലിയാണ്. ഈ ജോയിന്റ് ഫാമിലിയിൽ ഒരുപാട് പേരെ നമ്മളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ ഈ ആളുകൾ നമുക്കൊരു ഭാരമായിട്ട് വരും. അതായത് നമ്മൾ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, ഒരു മരുമകളെ ഉണ്ടാവുള്ളൂ, അമ്മായിയമ്മനെ നോക്കണം, നാത്തൂമാരെ നോക്കണം, നാത്തൂമാരെ കുട്ടികളെ നോക്കണം, അതുപോലെ എന്താ പറയാ, ഭർത്താവിന്റെ ഏട്ടന്മാരെയും അനിയന്മാരെയും ഒക്കെ ഈ ഒരൊറ്റ മരുമകളെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള മരുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നും ഉണ്ടാവില്ല. ഇവര് എണ്ണയിട്ട റോബോട്ട് ഓടുന്ന പോലെ അല്ലെങ്കിൽ മെഷീൻ ഓടുന്ന പോലെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അവരുടെ ലൈഫിലോട്ട് നോക്കുന്ന സമയമാകുമ്പോഴേക്കും അവർക്ക് ഒന്നും അവരുടെ ലൈഫിന് വേണ്ടി ചെയ്തിട്ടും ഉണ്ടാവില്ല. അവര് സാറ്റിസ്ഫൈഡും ആയിരിക്കില്ല, അവര് സന്തോഷവതി ആയിരിക്കില്ല. പക്ഷെ എന്ത് ചെയ്യും, ഞാൻ ഈ വീടിന്റെ കാരണവത്തിയാണ് എന്നുള്ള ഒരു 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 എന്താ പറയാ, ഒരു മുഖംമൂടി അല്ലെങ്കിൽ ഒരു കിരീടം എന്നൊക്കെ പറയില്ലേ, ഞാനാണ് ഈ വീട് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള ഒരു ലേബൽ അടിച്ചിട്ട് അതിനകത്ത് അവർ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും. എല്ലാ കാര്യത്തിലും അവർ കയറി ഇടപെടും, മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ സംസാരിക്കും. ആ ഒരു രീതിയിലായിരിക്കും അവരൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടാവുക മാക്സിമം. എന്നാൽ ബാക്കി അവര് ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ബെനിഫിറ്റും കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരോ ഇവരേനായിരിക്കും, ഇവര് ഈ അഭിപ്രായം പറയുന്നവർക്കും അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരിക്കുന്നതും അല്ലെ? അവര് പറയും, അവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു ജോലിക്കാരി എന്നുള്ളൊരു സ്ഥാനത്തേക്കായിരിക്കും പലപ്പോഴും എത്തിപ്പെടുക. ജോലിക്കാരി ആയിരിക്കില്ല ഇത്താത്ത, ഇല്ലെങ്കിൽ താത്ത, അമ്മായി എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക. പക്ഷെ അൾട്ടിമേറ്റ്ലി അവര് സ്വാഭാവികമായിട്ടും ചെയ്തു കൊടുക്കുന്നത് ഒരു ജോലിക്കാരുടെ റോളായിരിക്കും. അപ്പൊ ഇത് പലപ്പോഴും അവരുടെ ഇൻഡെപ്തിൽ, അവരുടെ ഉള്ളില് അവരുടെ ഹാപ്പിനെസ് മൊത്തം നശിപ്പിച്ചിട്ടുണ്ടാവും. ഇതൊരു ഡ്യൂട്ടി മാത്രമായിട്ടാണ് അവരുടെ ലൈഫ് ജീവിച്ചു തീർക്കുന്നുണ്ടാവുക. അവരുടെ ലൈഫ് അവർ ലൈഫായിട്ടല്ല ജീവിക്കുന്നത്, അതൊരു ഡ്യൂട്ടി ആയിട്ടായിരിക്കും ജീവിച്ചു തീർക്കുന്നുണ്ടാവുക. ഇത് എല്ലാ മേഖലയിലും നടക്കും. അതായത് ഇപ്പം നമ്മളെ പുരുഷന്മാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചിലവര് അവരുടെ വീട്ടില് ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം, ഫ്രണ്ട്സിന്റെ കൂടെ ഒരു കറക്കം അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം വെറും ഈ പറയുന്ന എന്താ പറയാ, ഷോപ്പിലൊക്കെ ഫുൾ ടൈം ആ ഒരു വർക്ക് മാത്രം അല്ലെ? കടന്നുറങ്ങുക, വർക്കിന് കുളിക്കുക, വർക്കിന് പോവുക, കടന്നുറങ്ങുക, കുളിക്കുക, ഡ്രസ്സ് മാറ്റുക, ഭക്ഷണം കഴിക്കുക, വർക്കിന് പോവുക, അങ്ങനത്തെ രീതിയിൽ ജീവിച്ചിട്ട് അതിൽ ഹാപ്പിനെസ് ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരു ലൈഫ് പലർക്കും ഉണ്ടാവും. അത് ചിലര് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ
പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഇതേ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ജോലി അടുക്കി ക്ലീനിങ് ആണെന്ന് കൂട്ടിക്കോ. ക്ലീൻ ചെയ്ത് ഒരു ദിവസം ഫുള്ള് ക്ലീൻ ചെയ്താലും നമുക്ക് സമയം തികയാതെ വരിക. ക്ലീൻ ചെയ്യാനുള്ള സമയം നമുക്ക് തികയുന്നേ ഇല്ല. ഓക്കെ, ഇനി കുക്കിംഗ് ആണെന്ന് കൂട്ടിക്കോ. നമ്മള് എന്താ പറയാ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, അതിലേക്ക് വേറെ കറി ഉണ്ടാക്കി, ചട്നി ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി, അത് കഴിയുമ്പോഴേക്ക് ചോറ് വെച്ച്, ചോറിന് വേറൊരു കറി ഉണ്ടാക്കി, അതിലേക്ക് ഉപ്പേരി ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, എന്താ പറയാ, ഒരു സദ്യക്കുള്ള ചുറ്റുവട്ടം തന്നെ. ഇനി നോൺ ആണെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. വരട്ടിയതൊന്ന്, കറി വെച്ചതൊന്ന്, ഫ്രൈ ചെയ്തത് വേറൊന്ന്, അങ്ങനത്തെ പല തരത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്ത്, ചിലർ അങ്ങനെയാണ് കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ളതൊക്കെ നശിച്ചു ചേർന്നാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലർക്ക് ഒരു അലമാര നിറയെ തുണി ഉണ്ടെങ്കിലും മടക്കി വെച്ചിട്ട് ഒഴിവാകൂല. ഡെയിലി മടക്കി വെക്കാന്നുണ്ടാവും, ഒരു അലമാര ഫുള്ള് തുണി ഉണ്ടാവും. ഇത് ഫുള്ള് ഡെയിലി വലിച്ചിടും, ഡെയിലി മടക്കി വെക്കും. പിന്നെ ഇനി ഡെയിലി വേറെ ആരെങ്കിലും വലിച്ചിടും, ഡെയിലി നമ്മൾ പോയിട്ട് മടക്കി വെക്കും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പണികളെ ഓവർലോഡ് എടുക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഇനിയിപ്പോ ചിലവരെ സംബന്ധിച്ചിടത്തോളം മക്കളെ പഠിത്തത്തിന്റെ കേസ് ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ പല സബ്ജക്റ്റും ഉണ്ടാവും. ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ എല്ലാത്തിലും കുട്ടികളെ കൊണ്ട് ചേർത്തിട്ടുണ്ടാവും. എന്താ പറയാ, എത്രയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമം കോഴ്സുകളിൽ കുട്ടികളുണ്ടാവും. ലാസ്റ്റ് ഇതുകൾ കറന്ന് കയ്യും കാലും ഇട്ടടിക്കുന്നത് നമ്മൾ തന്നെ കാണും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥ. അത് എല്ലാ കേസിലും നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനാണെങ്കിൽ 3-4 കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്ത്, അത് കഴിഞ്ഞ് നിങ്ങളുടെ 2-3 കോഴ്സുകളായി, ബാക്കിയുള്ള കോഴ്സ് പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ വേറെ ജോലിയുടെ കാര്യങ്ങളായി, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇറങ്ങി ചെല്ലുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ഉണ്ട്, അതിനെങ്ങനെ മിനിമലൈസ് ചെയ്ത് കീപ്പ് ചെയ്യാം. നമ്മള് ചെയ്യുന്നുണ്ടെല്ലാം, പക്ഷെ അതതിന്റെ ഏറ്റവും ഷോർട്ട് ഫോമില് മാക്സിമം എന്താ പറയാ, വൈഡർ ആയിട്ട് മാക്സിമം ഹാപ്പിനെസ്സിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന പരിപാടിയാണ് മിനിമലിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ കുടിക്കുന്ന വെള്ളം, ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളമാണ്. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിനെ നമ്മളൊരു പരന്ന പാത്രത്തിൽ ഒഴിക്കുകയാണ്. ഓക്കെ, ഒരു പ്ലേറ്റിലാണ് ഒഴിക്കുന്നതെന്ന് വിചാരിച്ചോ. ആ ഒരു പ്ലേറ്റ് നിറയെ ഈ ഒരു ഗ്ലാസ് വെള്ളം കവറാവും, അല്ലെ? മേലേക്ക് പൊന്തി വരില്ല, ചിലപ്പോൾ കവറാവും. പക്ഷെ ഇത് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോഴോ ഇത്ര പോകുന്ന ഒരു കുഞ്ഞു ഗ്ലാസ്, അല്ലേ? എസ് ഓർണോ? ആണല്ലേ? ഇതൊരു ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ഇത്ര പോകുന്ന ഒരു കുഞ്ഞു ഗ്ലാസ്, അതന്നെ വലിയൊരു പാത്രത്തിലേക്ക്. നമ്മൾ പണ്ട് കുഞ്ഞു കുട്ടികളോട് പറയും 900 ആണോ വലുത് 1000 ആണോ വലുത് എന്ന് നമ്മൾ ചോദിക്കില്ല. നമ്മുടെ മക്കളോട് അത് ചോദിക്കുന്ന സ്പോട്ടിൽ അവർ പറയും 900 ആണ് ഉമ്മ വലുത് എന്ന്, അല്ലേ? മക്കൾക്ക് അക്ഷരം അറിയാത്ത മക്കൾ എന്താ പറയാ, നമ്മൾ ഈ പൊലിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന കാര്യങ്ങളാണ് വലുത്. പക്ഷെ ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും, പക്ഷെ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാം. അപ്പൊ മിനിമലിസം നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു 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 കാര്യങ്ങൾ നമുക്ക് മിനിമലിസം ചെയ്യാനായിട്ട് പറ്റും. ഓർഗനൈസ് ചെയ്യാൻ പറയും. നമ്മൾ ഓർഗനൈസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറേ ഓർഗനൈസേഴ്സ് പഠിക്കും, അല്ലേ? ആദ്യത്തെ പണിയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് ഒരു ലോഡ് കിച്ചൺ ഓർഗനൈസർ, കിച്ചൺ റാക്ക്, മറ്റേ സ്പൂൺ ഓർഗനൈസർ, മറ്റേ നൈഫ് ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ. പിന്നെ ഈ ഓർഗനൈസറിനെ ഓർഗനൈസ് ചെയ്യലായിരിക്കും വേറൊരു പണി നമുക്കുണ്ടാവുക. സർ, നമ്മൾ സ്ത്രീകൾ ചെയ്യുന്ന കുറെ പരിപാടി എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, എനിക്കുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്കുണ്ടായിരുന്നു ആ വട്ട്. ഒക്കെ അടുക്കി പെറുക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ചെയ്ത പണിയാണ് വെറൈറ്റി ഓഫ് ഓർഗനൈസേഴ്സ്. മാഷാ അല്ലാ, കേട്ടതിന്റെ കുറെ പൈസ ഫ്ലിപ്കാർട്ടുകാർക്ക് തിന്നാൻ കൊടുത്തപ്പോ സമാധാനമായി. അപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു സൂക്കേട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ മിനിമലൈസ് ചെയ്യാന്ന് പറയുന്നത് എന്താ വെച്ചാല്, ഉള്ളതിനെ, അതായത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. ഓക്കെ, ഈ 3 സാധനം, അത്യാവശ്യം, ആവശ്യം, അനാവശ്യം, ഈ 3 രീതിയിൽ നമ്മൾ ജസ്റ്റ് കിച്ചണിലോട്ട് പോവുക. കിച്ചണിൽ നിന്ന് തുടങ്ങാം. എത്ര പാത്രങ്ങളുണ്ട് ഇതിൽ? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണം. നാഷ്ട ഉണ്ടാക്കാൻ വേണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണം, ലഞ്ച് ഉണ്ടാക്കാൻ വേണം, ഡിന്നർ ഉണ്ടാക്കാൻ വേണം. ഒരു വീട്ടിൽ 4 ആളുണ്ടെന്നുണ്ടെങ്കിൽ 5 പ്ലേറ്റും വേണം, 5 ഗ്ലാസും വേണം, 5 സ്പൂണും വേണം. ഓക്കെ, ഒരു ചോറ് കുത്തുന്ന കയ്യിൽ വേണം, ഒരു കറി എടുക്കാനുള്ള പാത്രം വേണം, ഒരു 1-2 മറ്റേ ഉപ്പേരിയിൽ ഇടാനുള്ള സ്പൂണും വേണം. മതി ഒരു ടോട്ടലായിട്ട് നമുക്ക് വേണ്ടത്, ആ 4 ആൾക്ക് കഴിക്കാൻ വേണ്ടത്, അല്ലേ? പക്ഷെ നമ്മൾ എത്ര പാത്രം ഉണ്ടാവും? അടുക്കളയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി, അല്ലേ? നമ്മൾ എത്ര ആളാ വീട്ടിലുള്ളത്, നമ്മുടെ അടുക്കളയിൽ എത്ര പാത്രം ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്കും കഴിക്കാം, 10-20 ആൾക്കാർക്ക് വേറെയും കഴിക്കാം. ഇത് നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. 4 പാത്രം ആദ്യം വലിച്ചിട്ടിട്ടുണ്ടാവും. ആ 4 പാത്രത്തിന് പുറമെ ഒരു ഉള്ളി, സവാള, തക്കാളി എന്തെങ്കിലും അരിയാനുണ്ടെങ്കിൽ വീണ്ടും ഒരു പാത്രം കൂടെ എടുക്കും, 5. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വേറെ എന്തെങ്കിലും കച്ചറ വീണ്ടും ഒരു പാത്രം കൂടെ. പിന്നെ കുണ്ടുള്ള പാത്രം വേറെ വേണം നമുക്ക്. കഴുകാൻ വേണ്ടിയിട്ട് വേറെ ഡവറ വേണം, അല്ലെ? ചായക്ക് മറ്റേ പാത്രം, ഇതിന് ഈ പാത്രം.
ഈ ഒരു ചായ വെച്ചിട്ടുണ്ടെങ്കിൽ അരിക്കാൻ വേറെ പാത്രം, ആറ്റാൻ വേറെ പരന്ന പാത്രം, അല്ലെ, ചൂടാറ്റി കൊടുക്കാൻ വേറെ പരന്ന പാത്രം, ഇങ്ങനെ കുറേ പാത്രങ്ങൾ അങ്ങോട്ട് വലിച്ചിടും. എന്നിട്ട് 10 മണിക്ക് ഒരു പാത്രം കഴുകല്, രാവിലെ 7 മണിക്ക് വേറൊരു പാത്രം കഴുകല്, 12 മണിയാകുമ്പോൾ വീണ്ടും ഒരു സിങ്ക് പാത്രം ഒന്നായിട്ട്. ഒരൊറ്റ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സിങ്ക് ഒന്നോങ്ങ് കൂട്ടിയിട്ട് നമ്മൾ, അല്ലെ അല്ലേ? യെസ് ഓർ നോ? ഞാനങ്ങനെ അപ്പൊ നമ്മൾ കേട്ടോ. മിനിമലൈസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കീപ്പ് ചെയ്യുക ഞാൻ എന്നുള്ളതാണ് 2 മിനിമലൈസ്. ഗ്ലാസും 2 പ്ലേറ്റും ഒക്കെ എടുത്തേക്ക് ഈ പാത്രം കണ്ടാവില്ല, പണി വേഗം തീരും. മാഷാല്ല, അതാണ് മിനിമലിസം കൊണ്ടുള്ള ഗുണം. നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ അവിടെ ക്ലിയർ ചെയ്ത് വെക്കുക, അത്യാവശ്യമുള്ള പാത്രങ്ങൾ മാത്രം, അത്യാവശ്യം ഡപ്പ കുപ്പി കാര്യങ്ങളൊക്കെ ആ കിച്ചണിൽ വെക്കുക, അത്യാവശ്യത്തിനുള്ളത് മാറ്റി വെക്കുക, ആവശ്യത്തിനുള്ളത് കയ്യെത്തും ദൂരത്തേക്ക് മാറ്റുക. അതായത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു, അപ്പൊ നമുക്ക് കുറച്ച് അധികം എടുക്കണം, അപ്പൊ നമ്മൾ വലിയ സ്റ്റോർ റൂമിലൊക്കെ പോയി തപ്പിത്തെറിഞ്ഞിട്ട് അവരുടെ മുമ്പത്ത് പോയിട്ട് ആർഭാടം കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് കൈയെത്തണം എന്നാൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന ദൂരത്തായിരിക്കരുത്. ആ രീതിയിൽ നമ്മൾ മാറ്റി വെക്കുക. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ വലിയ സ്ഥലമൊന്നുമില്ല, പക്ഷെ എന്റെ കിച്ചൺ സ്ലാബിന്റെ തൊട്ട് താഴത്തേക്ക് 2 ട്രേ ഇട്ടിട്ട് ആ ട്രേക്കകത്താണ് എന്റെ ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം അതിനകത്താണ്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എന്റെ മറ്റേ എന്താ പറയാ കിച്ചൺ റാക്കിലുള്ളൂ, പാത്രം കഴുകി വെക്കുന്ന ഭാഗത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിലേക്ക് മാത്രമേ കൈ പോവുള്ളൂ. അതിലോട്ട് മാത്രം കൈ പോകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാല് കുറച്ച് പാത്രമേ കഴുകാണ്ടാവുള്ളൂ. മാത്രമല്ല ആ ഇത്തിരി പാത്രം നമ്മൾ എന്ത് ചെയ്യും, കഴുകിയിട്ട് റീയൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ സിങ്ക് പുയ്ത്ത് കിടക്കൂല അറിയും ഞങ്ങളുടെ നാട്ടില്. ഒരുപാട് പെരുകി 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 കിടക്കൂല, നമുക്ക് തന്നെ ഒരു ഭാരം തോന്നൂല. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, കുട്ടികൾ ഉണ്ടാവുമ്പോൾ നമ്മളുടെ അടുത്ത് കുറേ ഡ്രസ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മക്കള് ഒരു ഡ്രസ്സ് അവരുടെ ഒരു കുഞ്ഞൊരു ഇന്നർ ആയിരിക്കും തിരയുന്നുണ്ടാവുക, അവരുടെ എല്ലാ ഡ്രസ്സും വലിച്ചിട്ടായിരിക്കും അവർ ഈ ഇന്നർ തിരയുന്നുണ്ടാവുക, അല്ലെ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലായ്പ്പോഴും മടക്കി 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 വെക്കുക. ഈ തുണി മടക്കലാണ് നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും വലിയൊരു മല. സോ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് ഓരോ ബാസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു റാക്കോ എന്തെങ്കിലും കൊടുക്കുക, അത് അവർക്ക് തന്നെ മടക്കാൻ കൊടുക്കുക. ആൻഡ് അവരുടെ തുണിയും ഇതേപോലെ അത്യാവശ്യം, ആവശ്യം, അനാവശ്യമുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റുക, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവർക്ക് വെച്ചു കൊടുക്കുക. സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഇടാനും ഒന്നുമില്ല, നൈറ്റ് വെയർസ് മാത്രം മതിയായിരിക്കും, അല്ലേ? പിന്നെ ഫംഗ്ഷൻ പാർട്ടി വെയർസിന്റെ ഒന്നും ആവശ്യമില്ല. നൈറ്റ് വെയറിന് ഒരു 2-3 ഡ്രസ്സ് എടുത്ത് വെച്ചാൽ ധാരാളം മതി. പിന്നെ യൂണിഫോം ആണ് അവർക്ക്, മദ്രസയിലേക്ക് ഇടാനുള്ള പർദ്ദ, മഫ്ത, ഹിജാബ്, പിന്നെ സ്കൂളിലെ യൂണിഫോം, നൈറ്റ് വെയർ. ഇതല്ലാണ്ട് കുട്ടികൾക്ക് നമ്മുടെ ഒന്നും ആവശ്യമില്ല. ഒരു 3 ജോഡി നൈറ്റ് വെയറും 2 യൂണിഫോമും 2 അബായും മഫ്തി ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സ് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഒരു ദിവസം എത്രങ്ങാനും ഡ്രസ്സസ് നമ്മുടെ മക്കളുടെ മടക്കണല്ലേ? എല്ലാരും അങ്ങനെ തന്നെയല്ലേ? ഞാനൊക്കെ എത്രങ്ങാനും മടക്കിയിട്ടുണ്ടായിരുന്നു അറിയോ? മടക്കി 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 കിളി പറക്കും, കെട്ടിയവനെയും കുറെ ചീത്ത വിളിക്കും, കുട്ടികളെയും കുറെ ചീത്ത വിളിക്കും. നമുക്കറിയില്ല, നമ്മളിത് ഇവർക്ക് വലിച്ചിടണ്ടേ, വലിച്ചിട്ടോന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചെടുക്കണോണ്ട് ഇവര് നന്നായിട്ട് വലിച്ചിരുന്നേ. അപ്പൊ അവർക്ക് നമ്മൾ അവരെന്നെ തല്ലിയിട്ട് കാര്യമില്ല, ഇവർക്ക് തല്ല് കൊള്ളുമ്പോഴത്തെ ഒരു ചൂടേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ചീത്ത പറയുമ്പോഴൊക്കെ മക്കൾ കരയും, അല്ലെങ്കിൽ വിഷമാവും, അല്ലെങ്കിൽ നമ്മൾ കുറെ കരയുമ്പോൾ നമ്മുടെ കൂടെ അവർ വന്ന് കണ്ണൊക്കെ തുടച്ചു തരും, ഇനി ചെയ്യില്ല അമ്മ എന്നൊക്കെ പറയും. ഈ ചൂട് ഒക്കെ ആറിക്കഴിഞ്ഞാൽ അവര് വീണ്ടും അവിടെ തന്നെ നിൽക്കുക. അപ്പൊ അത് എല്ലാ കാര്യത്തിലും നമുക്ക് ഈ മിനിമലിസം പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ചിലവരെ ഉണ്ട് അല്ലെ, നമ്മുടെ ബന്ധങ്ങളിൽ എങ്ങനെയാ നമുക്ക് ഈ മിനിമലിസം പ്രാക്ടീസ് ചെയ്യാം? ചിലരുണ്ട് അല്ലെ, നമ്മുടെ കൂടെ ഒരു +1 +2 പഠിച്ചത് മുതൽക്ക് 10ാം ക്ലാസ് പഠിച്ചത് മുതൽക്ക് 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിച്ചത് മുതൽക്ക് നേരം വെളുക്കുമ്പോ തുടങ്ങും സുബ്ഹാനല്ലാ മൊബൈൽ കൊടുത്തിട്ട് വിളിക്കാന്. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാര്, കൂട്ടുകാര്, ബാക്കിയുള്ളവര് എണ്ണിപ്പെറുക്കി എണ്ണിപ്പെറുക്കി എല്ലാവരെയും വിളിക്കും. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞി കാര്യങ്ങൾ എല്ലാതും പറയും. ഇനിയിപ്പോ കെട്ടിയവന്റെ വല്ല നാത്തൂമാരുടെ, മൂത്തശ്ശികളുടെ, ഇളയച്ചികളുടെ എല്ലാ മനുഷ്യന്മാരോടും പറയും. എന്നിട്ട് അവര് പറഞ്ഞത് ഇവരടുത്ത്, മറ്റുള്ളവർ പറഞ്ഞ അവരടുത്ത് പറഞ്ഞത് ചർച്ച ചെയ്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കും. ഇവര് പണി ചെയ്യുന്നുണ്ടാവും, പക്ഷെ പണി ചെയ്യണമെങ്കിൽ വേറെ ആരോടെങ്കിലും വർത്താനം പറയാൻ വേണം. എന്നാൽ മാത്രമേ ഇവര് പണി അങ്ങോട്ട് നീങ്ങും, എന്നാലും അവർക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. ഈ ചായക്ക് പഞ്ചസാര ഇടാത്ത പോലെ അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളവരും അനാവശ്യമായിട്ടുള്ള എല്ലാ മനുഷ്യന്മാരടുത്തും ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവര് കൊടുക്കുന്ന പണി ഉണ്ടല്ലോ, ഇവരെടി ഇത് മറ്റവള് പറഞ്ഞു ഇത്രേ പറഞ്ഞിട്ട് ഇവര് പോയിട്ട് അപ്പുറത്തുള്ളവരത്ത് പറയും. എന്നിട്ട് ഈ എന്തിനാണ് ഇന്റെ കാര്യം അവരോട് പറഞ്ഞത്, അത് അങ്ങനെ പറഞ്ഞില്ലേ, അവൾ ഇത് ഇങ്ങനെ പറഞ്ഞില്ലേ, പോയിട്ട് 8ന്റെ പണി തിരിച്ചു വരും. അപ്പൊ എന്നിട്ടൊരു മോങ്ങലുണ്ട്, ഞാൻ നല്ലത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, സുബ്ഹാനല്ലാ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അവരത് കൊണ്ടേ കൊടുത്തത്, ഒരു കാര്യം ഉണ്ടാവില്ല, ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആരോ പറഞ്ഞ എന്തോ കാര്യത്തില് നമ്മൾ ഇവിടെ കടന്ന് ഉരുകി നിരകിച്ച് അങ്ങനെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന കുറെ ബന്ധങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും, പറ്റിപ്പോയിട്ടുണ്ടാവും പലപ്പോഴും. ഉണ്ടായിട്ടില്ലേ? നിങ്ങളൊക്കെ ഇത്ര ഡീസന്റ് ആണോ? നിങ്ങൾക്ക് ആർക്കും അങ്ങനൊന്നും അനുഭവം ഉണ്ടായിട്ടില്ല? ഉണ്ടായിക്കണോ? ഓ യെസ് ഓർ ഉണ്ടായിട്ടുണ്ട്. നോ?
മനസ്സിൽ പോലും വിചാരിക്കാണ്ട് നമ്മൾ പറഞ്ഞു പോയ കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നമ്മളിനെ തിരിച്ച് പാമ്പായിട്ട് വന്ന് കൊത്തുക അല്ലെ. എന്നിട്ട് നമ്മൾ പറയും അല്ലോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല, ഞാൻ ആ വർത്തമാനത്തിന്റെ ഇടയിൽ വീണ് പോയതാ, വല്ല ആവശ്യമുണ്ടോ. നമ്മളെ അത്ര കണക്ട് ചെയ്യുന്ന, സത്യം പറയാലോ, ഞാൻ ആകെ ഡെയിലി സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തി എൻ്റെ ഉമ്മയാണ്. എന്റെ സമയം ഞാന് പൈസ എന്താ പറയാ പൈസ കൊടുത്ത് ഉമ്മാക്ക് റീചാർജ് ചെയ്ത് കൊടുത്ത് ഞാൻ അത്ര എനിക്ക് എന്റെ ഉമ്മ അത്രയും വാല്യുബിൾ ആയതുകൊണ്ട് എന്റെ ഉമ്മാക്ക് റീചാർജ് ചെയ്ത് കൊടുത്ത് ഞാൻ എന്റെ ഫോണ് പൈസ കൊടുത്ത് റീചാർജ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒരു 3/4 മണിക്കൂറോളം ഞാൻ സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്റെ അമ്മയാണ്. ബാക്കി താത്തമാരത് ഇത്താത്തമാര് എല്ലാവർക്കും എന്റെ ജീവനാണ് കേട്ടോ. എനിക്ക് അവരിനും ഭയങ്കര ജീവനാണ്. അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഉയരം കളഞ്ഞ് അവരുടെ കൂടെ പോയി നിൽക്കും. പക്ഷെ ഡെയിലി വിളിച്ചിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കില്ല. ഗ്രൂപ്പിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ മാഷാല്ലാ, കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാഷാല്ലാ മേമാന്റെ കുട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ലവ് യു ഉമ്മ വട്ടി 2 മെസ്സേജ് അയച്ചു കൊടുക്കും. ഇനി ഇത്താത്താരാരെങ്കിലും താത്താരാരെങ്കിലും ഗ്രൂപ്പിൽ എന്തെങ്കിലും ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതിനും ഇതേപോലെ മാഷാല്ലാ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറയും. അതല്ലാതെ ഒരു വർത്തമാനത്തിനും ഞാൻ നിൽക്കാറില്ല. ഈ വർത്തമാനത്തിന് നിൽക്കുന്നതുകൊണ്ട് എന്താ വെച്ചാല് ഒന്നാമത്തെ സാധനം നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. നമുക്ക് അത്ര മാത്രം ആത്മബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് 100% ഉറപ്പുണ്ടാവണം. ഈ 100% ഉറപ്പുള്ളവരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പണി തരിക, അത് വേറൊരു വിഷയം. പക്ഷെ എന്നാലും നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ എല്ലാ അവസരത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന എന്താ പറയാ അള്ളാനെ പേടിയുള്ള ഈ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അള്ളാനെ പേടിയുള്ള മനുഷ്യന്മാരാണെങ്കിൽ ആ ബന്ധത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് അത് ശരിക്കും കസ്തൂരി പോലെ അല്ലെങ്കിൽ അത്ര വിൽക്കുന്ന ഒരാളെ പോലെയാണെന്നാണ് പറയാം. ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരിൽ നിന്ന് ആ മണം ആസ്വദിക്കാം, അല്ലെങ്കിൽ അവർ ആ അത്ര നമുക്ക് തരും അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് അവരിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ തക്കുവയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. തക്കുവ ഇല്ലേ, നിങ്ങളുമായിട്ട് എത്ര അടുത്ത ബന്ധമാണെങ്കിലും ഓൾവേസ് കീപ്പ് എ ഡിസ്റ്റൻസ്. കാരണം അള്ളാനെ ഭയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവരിൽ നിന്ന് കയപ്പേറിയ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ഇൻഷാ അള്ളാ. അപ്പൊ അത് വരുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഒരു കുഞ്ഞു ഡിസ്റ്റൻസ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. അതേപോലെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചൂഴ്ന്ന് അറിയാൻ പോവാതിരിക്കുക. അവരായിട്ട് നിങ്ങളോട് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലൂടെ കേൾക്കുക, ഇതിലൂടെ വിടുക, ജസ്റ്റ് കേട്ടിരിക്കാനുള്ള ഒരാളായിട്ട് മാത്രം നിൽക്കുക. പിന്നെ അതിനെക്കുറിച്ച് ഫർദർ ആയിട്ട് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ നിൽക്കണ്ട. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾ നല്ലതാണെന്ന് കരുതിയിട്ട് പോലും മറ്റൊരാളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യരുത്, അഡ്വൈസസ് കൊടുക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി, നിങ്ങൾക്ക് അത്രമാത്രം പരിചയമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ പോലും അയാളുടെ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ എടീ എന്റെ കാക്ക അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, എന്റെ കെട്ടിയോന് ഞാനും ഇങ്ങനത്തെ പ്രശ്നമാണ്, ഇനിയിപ്പോ ചിലപ്പോൾ കെട്ടിയോന്റെ അവിഹിതമൊക്കെ പിടിച്ചിട്ടായിരിക്കും നിങ്ങളെ വിളിക്കണ്ടാവുക, നെഞ്ചത്തടിച്ച് കരയായിരിക്കാം. അപ്പൊ നിങ്ങൾ ഈ എങ്ങനെയാണ് അവനോട് ക്ഷമിക്കാന്നോ മറ്റൊരു വാക്ക് ചോദിച്ചാല് അപ്പത്തെ ആവേശത്തിൽ അവര് പറയും ഞാൻ ഇനി ക്ഷമിക്കൂല, എനിക്ക് എന്റെ കെട്ടിയോനെ വേണ്ട, ഡിവോഴ്സ് ആയി കുറെ കാലം കഴിഞ്ഞാൽ പറയും അവളിന്റെ അടുത്ത് ഡിവോഴ്സ് ചെയ്യാൻ പറ്റാ ഞാൻ ചെയ്തത്. നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവൂല, ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ അല്ലേ എന്നേ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ടിന്റെ നെഞ്ഞത്തടിച്ചിട്ടുള്ള കരച്ചിൽ കണ്ടിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവസാനം അത് നേരെ തിരിഞ്ഞ് എങ്ങോട്ടേക്ക് വരും, നിങ്ങളുടെ മേലോട്ട് വരും. കാരണം സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ എമോഷൻസിനെ കൺസിഡർ ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന മറുപടി ആയിരിക്കില്ല അവ സാഹചര്യത്തിന് അനുകൂലമായിട്ടുള്ള യഥാർത്ഥ മറുപടി. ഓക്കെ, അത് പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്ന കമന്റ്സ് അവർ ഓർത്തു വെക്കും. അത് തന്നെ എനിക്ക് 500 രൂപ വന്നിട്ട് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് എടുത്തിട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞു കൊടുത്താല് ആ അഭിപ്രായത്തിൽ അവർ സസ്റ്റെയിൻ ചെയ്ത് അതിൽ ഹയർ വന്നാലും ഷെർ വന്നാലും അവരത് പ്രശ്നമാക്കൂല. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവര് എൻ്റെ അടുത്ത് ഒരു ഒപ്പീനിയൻ ചോദിച്ചതാണ്. ആ ഒപ്പീനിയൻ ആ സാഹചര്യത്തിന് ഇങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഞാൻ ഉറപ്പായിട്ട് നീ ഇത് ചെയ്യട്ടോ എന്ന് നിർബന്ധമായിട്ട് ഞാൻ ആർക്കും പറയാറില്ല. ഇങ്ങനെ ചെയ്ത് നോക്ക്, അതില് സൈക്കോളജി ഇങ്ങനെയാണ് വർക്ക് ആവുക, ഇത് ഇങ്ങനെ ചെയ്ത് നോക്ക്. അത് വർക്ക് ആവുന്ന ഒരു രീതി നമ്മൾ പഠിച്ച സൈക്കോളജി വെച്ചിട്ട് നമ്മുടെ ഒരു അനുമാനം വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്നത് ചെയ്യ്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, എൻ്റെ അടുത്ത് കൗൺസിലിംഗിൽ പ്രശ്നം പറയാൻ 4 പുറമുള്ള ആൾക്കാരുടെ ആണെങ്കിലും ഞാൻ ക്യൂർ ചെയ്യുക എന്നെ വിളിച്ച ആളെ മാത്രമാണ്. ഞാൻ മറ്റൊരാളുടെ കുറിച്ച് ഒരു അഭിപ്രായം ഞാൻ ഒരാളുടെ അടുത്തും പറയാറില്ല. നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ നിങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്യും. അയാളെ പോയി നിങ്ങൾ നന്നാക്കാൻ നോക്കണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയാറുള്ളൂ. അത് നിങ്ങളാണെങ്കിലും മറ്റൊരാളുടെ കാര്യത്തിൽ അയാളുടെ ഫാമിലി ലൈഫിലൊക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ അത്രയും ശ്രദ്ധിച്ചിട്ട് ഇടപെടുക, അല്ലെങ്കിൽ അത് പണി നൈസായിട്ട് പാളും. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതന്നെ അവർ ചെയ്തോളണമെന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുക അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഭർത്താവിനോട് നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് ഇടപഴകണം, എന്താ പറയാ നല്ല രീതിയിൽ ഇടപഴകണം. ഈ NPD ഒക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവര് സോഫ്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇടപഴകുന്നുണ്ടാവുക, അത് തന്നെ അയാൾ അതൊരു ആയുധമായിട്ട് എടുക്കും.
NPTEL ഒക്കെ വീഡിയോ ഞാൻ വേറെ വലുതാക്കി ഇട്ടിട്ടുണ്ട് യൂട്യൂബിനകത്ത്, നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ തപ്പി നോക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടറിനനുസരിച്ച് മാറി മറിഞ്ഞിരിക്കും. അപ്പൊ ഒരാളുടെ ലൈഫിൽ നമ്മൾ കയറി അഭിപ്രായം പറയുമ്പോൾ ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ, അഭിപ്രായം പറയുമ്പോൾ സൂക്ഷിച്ച് പറയുക, അഡ്വൈസ് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ബന്ധങ്ങളിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യണം: ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. അത്യാവശ്യമുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ബന്ധം സൂക്ഷിക്കണം എന്നുള്ള കൂട്ടത്തിൽ, നമ്മൾ ഒരിക്കലും ബന്ധം വിച്ഛേദിച്ച് പോകരുത് എന്നുള്ളവരുടെ കൂട്ടത്തിൽ ഒരു കാറ്റഗറി ഉണ്ടായിരിക്കണം. അതിന്റെ അതേപോലെ ആവശ്യമുള്ളവര്, നമ്മുടെ സൗഹൃദ വലയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇവരേനെയൊക്കെ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. അത് കഴിഞ്ഞാൽ അനാവശ്യത്തിനുണ്ടാവും. ഇപ്പൊ എന്റെയൊക്കെ ഒരു ഫ്രണ്ട് സർക്കിൾ നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇത് ഇവിടെ നിന്നാണ് ഇത്രമാത്രം ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ കാര്യത്തിൽ, അൽഹംദുലില്ലാ. പക്ഷെ അത്രയും ഫ്രണ്ട്സ് ഉണ്ട്, സീരിയസ്ലി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും ആൾക്കാർക്ക് ഇന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ, എനിക്കതിൽ ഭയങ്കര സന്തോഷം. ആൻഡ് ഞാൻ ഭയങ്കര കെയർഫുൾ ആണ് ഇവരൊന്നും എന്റെ സമയം തിന്നാതിരിക്കാൻ. കാരണം ഇവരൊക്കെ ഞാൻ ഒരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ എനിക്ക് 24 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ തുപ്പുമ്പോ ബ്ലഡ് അല്ല, അതിലും മേലെ വലുത് വേറെ എന്തെങ്കിലും വരും, കാരണം അത്രയും നേരം ഞാൻ വർത്താനം പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്താ ചെയ്യാറ് വെച്ചാല്, ഞാൻ ഇതിനെ മിനിമലൈസ് ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ്. എനിക്ക് സമാധാനം, സന്തോഷം, അല്ലെങ്കിൽ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന വളരെ കുറച്ച് ആളുകളെ എന്റെ ക്ലോസ് സർക്കിളിലുണ്ട്. ഞാൻ എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന, എന്റെ ഉള്ള് അതേപോലെ അറിയാവുന്ന, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന തപ്പും പഴവും മാറ്റി വെച്ച് നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ പറയുമ്പോഴേക്കും എന്നെ മനസ്സിലാക്കുന്ന 100 ആളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ 100 ആളിനെ നിങ്ങൾ ഒന്നും കൂടെ വിലയിരുത്തണം. അങ്ങനെ അത്രമാത്രം നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഒരാൾക്ക് കിട്ടുള്ളൂ. കാരണം നമ്മളെ പൂർണ്ണമായിട്ട് അറിയുന്നത് നമുക്ക് മാത്രമാണ്. നമ്മളെ ഒരു 75% എങ്കിലും മനസ്സിലാക്കുന്ന 1-2 ആൾക്കാരെ നമുക്ക് കിട്ടുള്ളൂ. ആ കിട്ടിയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, അങ്ങനെ സൂക്ഷിക്കുക. അതിന് മേലെയുള്ള ആൾക്കാരെ, കുഞ്ഞി പ്രോബ്ലംസ് വരുന്ന, അന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരെ ആ ഒരു ഡിസ്റ്റൻസിൽ, ഒരു കയ്യകലത്തിൽ വെച്ചിട്ട് സൂക്ഷിക്കുക. പക്ഷെ ഇതൊക്കെ പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെ കട്ട് ഓഫ് ചെയ്യാനല്ല, ഏത് റിലേഷൻ ആണെങ്കിലും. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ 50,000 ഫ്രണ്ട്സിലുള്ള ഒരാളാണെങ്കിലും അയാൾക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ സമാധാനം കളയാൻ അവരെ അനുവദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞ മിനിമലൈസത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ സമയം അവർ തിന്നരുത്, നിങ്ങളുടെ സമാധാനം അവർ കൊണ്ടുപോകരുത്, നിങ്ങളുടെ ലൈഫിൽ അവർ കാരണം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവരുത്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് നിങ്ങളുടെ കണ്ണീരിന് മറ്റൊരാൾ കാരണമാവരുത്. നമ്മളെ തല്ലാനുള്ള വടി ആരുടെ കയ്യിൽ നിങ്ങൾ കൊണ്ടേ കൊടുക്കരുത് എന്നാണ് ചുരുക്കി പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ ആയോ ബന്ധങ്ങൾ എങ്ങനെ മിനിമലൈസ് ചെയ്യണ്ടേ എന്നുള്ളത്? ആയല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും മതി. മിനിമലിസം ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വർക്കാവും. ഏത് കാര്യമാണോ നിങ്ങൾക്ക് ഹാർഡ് ആവുന്നത്, ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ബന്ധങ്ങളായിരിക്കും ഹാർഡ് ആവുന്നുണ്ടാവുക, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത. ചിലർ പറയില്ലേ, എനിക്ക് എന്റെ കുടുംബത്തെ ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നില്ല ഐഷ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ചില സാധനങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയേണ്ടതായിരിക്കും. ഇപ്പൊ അമ്മായിയമ്മയാണ് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്. ചില ബന്ധങ്ങളിൽ നമുക്ക് പോയിട്ട് ഒഴിവാക്കാൻ പറ്റൂല. നമ്മൾ തറവാട് വീട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് അമ്മായിയമ്മയെ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മായിയമ്മനെ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല അല്ലേ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇവരെ സഹിക്കില്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവരോട് ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുക, ഉള്ളിലോട്ട് എടുക്കാതിരിക്കുക. നമ്മുടെ സമയം, നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, ഇതൊന്നും മറ്റൊരാൾക്ക് കളയാനുള്ള അവസരം കൊടുക്കാതിരിക്കുക. നമ്മളെ ഒരാൾക്ക് വേദനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അനുവദിച്ചാലേ പറ്റുള്ളൂ. ഈ നമ്മൾ അനുവാദം കൊടുക്കുന്നത് നമ്മുടെ നമുക്ക് വില തരുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. അതിനിപ്പോ വേറെ എത്ര അടുത്ത ബന്ധമാണെങ്കിലും കൊടുക്കാതിരിക്കുക. പലരും ഹസ്ബൻഡിന്റെ കാര്യത്തിലൊക്കെ ആയിരിക്കും ഓവർ ഒബ്സസീവ് ആയിരിക്കും, ഭർത്താവിന്റെ കാര്യത്തിലൊക്കെ ഒത്തിരി കണക്റ്റഡ് ആയിരിക്കും. എന്റെ ഇക്കാക്ക എന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറയുന്ന അത്ര സ്നേഹമുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഇക്കാക്കക്ക് വേറെ കുറെ പരിപാടികളായിരിക്കും. ആളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആളുടെ കറങ്ങലായിരിക്കും, അല്ലെങ്കിൽ ആളുടേതായിട്ടുള്ള ഹാപ്പിനെസ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ പിന്നാലെ അടി ഉണ്ടാക്കിയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത്രത്തോളം ആള് നമ്മളെ ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രത്തോളം നമ്മൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ, കൗൺസിലിങ്ങിന് വിളിക്കാറുണ്ട്. എന്റെ ഇക്കാക്കാനെ മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്താ കാട്ടാൻ പറ്റുക? ആ കൗൺസിലിങ്ങിന് വിളിക്കുന്ന ഈ പെൺകുട്ടിയല്ലേ, അയാളല്ലല്ലോ. ഇവരെ മാറ്റില്ലാണ്ട് ഇക്കാക്കാനെ മാറ്റാൻ നമുക്ക് എന്തെങ്കിലും പറ്റുമോ? മാന്യമായിട്ട് പെരുമാറി സ്വന്തം സന്തോഷം കണ്ടെത്തുന്നത് മാത്രമേ നമുക്ക്, അതിനുള്ള ടിപ്സ് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വന്തമായിട്ട് ആരെ എവിടെ എങ്ങനെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. മിനിമലിസം എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ തുടക്കത്തിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫ് മൊത്തം റീഅറേഞ്ച് ചെയ്യാണ്. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ ഇന്ന് വരെ പെരുമാറിയിട്ടുണ്ടായിരുന്ന രീതി, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വീട്, നമ്മുടെ വസ്ത്രങ്ങള് എല്ലാം നമ്മൾ
റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഈവൻ യൂട്യൂബർ ആണ്, എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, നീ യൂട്യൂബിനകത്ത് വരുന്ന സമയത്ത് നിനക്ക് ഈ എന്റെ കുടുംബക്കാർ ചോദിക്കാറില്ല, നിനക്ക് വേറെ വേറെ ഡ്രസ്സ് മാറ്റി മാറ്റി ഇടാൻ ഞങ്ങളുടെ ഡ്രസ്സ് കൊണ്ടുപോകണോ, അങ്ങനെയൊക്കെ ചോദിക്കും. ബഷീർ പെങ്ങന്മാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എടി ഞങ്ങളുടെ ഡ്രസ്സ് കൊണ്ടുപോകണോ, ഈ ഇടയ്ക്ക് എപ്പോഴും ഒരേ ഡ്രസ്സ്. എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമില്ല, കാരണം എന്റെ ഡ്രസ്സ് അല്ല എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഹിജാബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഐഡന്റിറ്റി, ഓക്കെ. അതല്ലാതെ എന്റെ ക്യാരക്ടറും എന്റെ പേഴ്സണാലിറ്റിയും അളക്കുന്നത് എന്റെ ഡ്രസ്സ് അല്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പത്ത് ഇങ്ങനെ വന്നിരിക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ കോലത്തിൽ എനിക്ക് യൂട്യൂബിൽ ഇരിക്കാൻ കോൺഫിഡൻസ് ഇല്ലായിക്കല്ല, അവർക്ക് മറ്റുള്ളവർ കണ്ടാലോ അല്ലെങ്കിൽ അതിനൊരു മാന്യത ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു പ്രസന്റേഷൻ ഒരു മാന്യത ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അവിടെ പോയിരിക്കുന്നത്. ഫ്രണ്ട്ലി ടോക്കും അതേപോലെ നമ്മുടെ ക്ലോസ്ഡ് സ്പേസിലുള്ള ഒരു സംസാരം, അത് നമ്മൾ ഡ്രസ്സിങ് കോഡ് കീപ്പ് ചെയ്യേണ്ട ഭാഗത്ത് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് കുറേ വെറൈറ്റി ഡ്രസ്സുകൾ വേണം 10,000 രൂപക്ക്. എനിക്കറിയാം കേട്ടോ, യൂട്യൂബ് മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല, അപ്പോഴേക്കും 10,000 രൂപക്കൊക്കെ മാസം മാസം ഡ്രസ്സ് എടുക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അത്രമാത്രം ഡ്രസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് എന്താ കാര്യം? നമ്മുടെ ഉള്ളില് നമ്മൾ ക്ലിയർ ആക്കാത്തടത്തോളം കാലം നമുക്ക് ഒന്നും കോൺഫിഡൻസ് തരില്ല. മേക്കപ്പ് കോൺഫിഡൻസ് തരില്ല, ഡ്രസ്സിങ് കോൺഫിഡൻസ് തരില്ല, എന്താ പറയാ, നമുക്ക് എന്ത് ചെയ്താലും കോൺഫിഡൻസ് കിട്ടില്ല. നമ്മൾ ഇനിയിപ്പോ എത്ര വെളുത്ത് സുന്ദരിയാണെന്ന് നമ്മുടെ അടുത്ത് നാലുപുറമുള്ള നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും മൊത്തം പറഞ്ഞാലും നമുക്ക് മറ്റൊരാളുടെ മുമ്പത്ത് പോയിട്ട് നിൽക്കാൻ പറ്റൂല, കോൺഫിഡൻസ് കിട്ടൂല, ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റൂല. ഇതൊക്കെ ഉണ്ടാവേണ്ടത് നമ്മുടെ ഉള്ളിന്ന് ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുറം ഭാഗം നമുക്ക് ശരിയാക്കി എടുക്കാം. അത് ഉള്ളിൽ ആദ്യം വരണം, എന്നാലേ പുറം നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഓക്കെ. അപ്പൊ മിനിമലിസം നിങ്ങൾക്ക് ഏറെക്കുറെ എന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അതിന് ആദ്യം വേണ്ട സാധനം, മിനിമലൈസ് ചെയ്യാൻ വേണ്ടി ആദ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. എന്റെ വീട്ടിൽ എനിക്കിത് ഇത്ര കുറച്ച് സാധനങ്ങളാണെങ്കിലും എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും, എന്റെ സമയം എനിക്ക് മിനിമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അതേപോലെ എന്റെ ബന്ധങ്ങളെ എനിക്ക് മിനിമലൈസ് ചെയ്ത് ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. കാരണം നിങ്ങൾക്കൊരു 50 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ 50 ഫ്രണ്ട്സിനെയും ഡെയിലി വിളിക്കുന്നുണ്ട് വിചാരിച്ചോ, നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടാണ് വിളിക്കണം. ഇന്ന് 50 ആളിനെയും വിളിച്ചു, നാളെ നിങ്ങൾക്ക് 25 ആളെ വിളിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 25 ആൾക്കാർക്ക് ദേഷ്യമാവും. അവള് ദിവസം വിളിക്കണത് അന്ന് എന്താണോ വിളിക്കാതിരുന്നെന്നുള്ളൊരു ചിന്ത വരും. അത് നിങ്ങൾക്ക് വീണ്ടും നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ? ബാധിക്കും. നിങ്ങൾ ദിവസം വിളിക്കുന്ന ഒരാളിനെ പെട്ടെന്ന് 2-3-4 ദിവസം വിളിക്കാണ്ടിരുന്ന് നോക്കി, അവര് വേറൊരാളുടെ അടുത്ത് പറയും, ഞാൻ എന്ത് പറഞ്ഞതാണോ ഓൾക്ക് പറ്റാണ്ടിരുന്നത്, ഓളിപ്പൊ എന്നെ വിളിക്കണം കൂടെ അല്ല അറിയാം, നിങ്ങൾ വേറെ കുറെ തിരക്കിലായിരിക്കാം, പക്ഷെ അവരതറിയില്ല. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കോണ്ടാക്ട്സിന് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. ഓക്കെ. ബന്ധങ്ങൾ കട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത്, ബന്ധങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കാനാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, നമുക്ക് മെഡിറ്റേഷനിലോട്ട് കിടക്കാം. ക്ലിയർ ആയോ മക്കളെ? പറഞ്ഞതെല്ലാം ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷൈമ എന്ത് പറ്റി? ഇന്ന് ക്യാമറ തന്നെ ഓൺ ചെയ്തില്ലല്ലോ, എന്താ മോളെ? നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മളെ അടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോ നമ്മൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ 15, 20, 30, 40 മിനിറ്റ് ഒക്കെ ചിലപ്പോ പറഞ്ഞത് തന്നെ പറഞ്ഞിരിക്കുമ്പോ നമ്മളുടെ കാര്യങ്ങൾ അവിടെ കിടക്കും. മിനിമലൈസ് ചെയ്ത് ശീലിക്കുന്നത് തുടക്കത്തിൽ നമുക്ക് ഇത്തിരി പ്രയാസമുള്ള കാര്യമായിരിക്കും. കാരണം നമ്മളിപ്പോ ചെയ്യുന്നതൊക്കെ നമുക്ക് തുടക്കത്തിൽ പ്രയാസമുള്ള കാര്യങ്ങളാ, അല്ലെ? നമ്മളെ മൊത്തത്തിൽ നമ്മൾ പൊളിച്ച് വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ, അല്ലെ? അപ്പോൾ ആ മിനിമലിസം ശീലിക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ സ്റ്റാർട്ടിങ് ട്രബിൾ നല്ലോണം വരും. കാരണം കയ്യത്തും ദൂരത്തും ഒക്കെ വാരി വലിച്ചിട്ടിട്ട് 2ാം പ്രാവശ്യം അടുക്കി വെക്കുന്നതാണ് നമ്മുടെ ശീലം. അത് മാറ്റി ഉള്ളത് അപ്പപ്പോ ക്ലീൻ ചെയ്ത് വരുന്ന സമയം വിളിക്കുക. അത് ബന്ധങ്ങളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നവരെയും പോണവരെയും ഒക്കെ കേറി വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിലോട്ട് ഒരു ഭാഗമാക്കി എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അടിയൊക്കെ വാങ്ങിച്ചേക്കുന്നതാണ് നമ്മുടെ ശീലം, അല്ലെ? അതിൽ നിന്ന് മാറ്റി വളരെ കുറച്ച് ആൾക്കാരെ കീപ്പ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് അവരുടേതായ സ്ഥാനങ്ങളും അവരുടേതായ ആവശ്യങ്ങളും മാത്രം, അതായത് ബന്ധങ്ങളെ നമ്മൾ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ നമ്മൾ കട്ട് ഓഫ് ചെയ്യാന്നാ പറയാ. കട്ട് ഓഫ് ചെയ്യണതല്ല, അവരുടെ എല്ലാ പ്രയാസങ്ങളിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം, നിങ്ങളുടെ മാക്സിമം ചെയ്യണം. പക്ഷെ അവർക്ക് നിങ്ങളുടെ ലൈഫിലോട്ടുള്ള ആക്സസ് ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളും അനാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ലൈഫിൽ എന്താണെങ്കിലും സംഭവിച്ചോട്ടെ, നിങ്ങളോട് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ വന്ന് പറഞ്ഞോളൂ. അതാണ് ഈ മിനിമലൈസത്തിന്റെ ഒരു കാര്യം. ഡെയിലി രാവിലെ വിളിച്ചിട്ട് നിന്നോട് എന്താ ഉണ്ടായേ, നിന്റെ അമ്മായിയമ്മ എന്താ പറഞ്ഞേ, നിന്റെ നാത്തൂമാരെന്താ ചെയ്തേ, അവര് നിന്നെ പോര് കാണിച്ചോ, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരത്തി നിന്നോട് ഇത് പറഞ്ഞോ, നിന്റെ കെട്ടിയവൻ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ, നിന്റെ കെട്ടിയവൻ മേടിച്ചെന്ന് ഗിഫ്റ്റ് എന്താ, ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ. നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ കേൾക്കുക, അത് കേട്ടിട്ട് ജസ്റ്റ് മിണ്ടാണ്ടിരിക്കുക. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാം. ഓക്കെ. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള മിനിമലിസം എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പയ്യെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പ്ലാൻ തയ്യാറാക്കുക. ആദ്യം തന്നെ
നമ്മൾ നമ്മുടെ വീടിന്റെ 4 മുക്കിലും പോയി നോക്കുക എന്തൊക്കെ എവിടൊക്കെ നിങ്ങൾക്ക് മിനിമലൈസ് ചെയ്യാനുണ്ടെന്ന്. അപ്പൊ തന്നെ ആക്രിക്കാരന് പണിയാവും. നിങ്ങളുടെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണക്കാരനെ പറഞ്ഞയച്ചായിരുന്നു. ഇക്ക കുറെ സാധനങ്ങൾ അവർ ഡംപ് ചെയ്യാൻ പോണ്ട് പോയി എടുത്തോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അടുത്തുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലൊക്കെ എന്താ പറയാ അവർക്കുള്ള പണിയായി. സ്ക്രാപ്പ് കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ അത് കളക്ട് ചെയ്തിട്ട് പോയിക്കോളൂ. ഏറെ കുറെയൊക്കെ ബാക്കി കുറച്ച് സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. അതിനെ ഈ പറഞ്ഞ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അനാവശ്യമുള്ളതൊക്കെ ഒഴിവാക്കുക കേട്ടോ. ചിലവര് പഴയ കാലങ്ങൾക്ക് മുന്നുള്ള ഡ്രസ്സൊക്കെ എപ്പോഴും അലമാരക്കകത്ത് വെച്ചിട്ടുണ്ടാവും, തൊട്ടിട്ട് തന്നെ കൊല്ലങ്ങളായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരില്ല. കാരണം നമ്മളൊക്കെ അത് സ്വതക്കയായിട്ട് തന്നെ കൊടുക്കാം. നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സ്വതക്കയായിട്ട് തന്നെ കൊടുക്കാം. വെറുതെ മടക്കി വെക്കാൻ അലമാരയിൽ ഇരുന്ന് പൂത്ത് ഇതായി പോകാൻ വേണ്ടി വെക്കാതിരിക്കുക. നാളെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും ആരും ഉപയോഗിക്കാൻ ഉണ്ടാവില്ല. പിന്നെ അപ്പോഴും ഈ പറഞ്ഞ പോലെ സ്വതക്കക്ക് കൊടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരാളല്ലടാ ഉള്ളൂ. നമുക്ക് എത്ര ഡ്രസ്സ് വേണം നമ്മുടെയൊക്കെ മേത്തിടാനായിട്ട്? പരിധിക്ക് പോരെ. ഒരു ലോഡ് എടുക്കാത്തത് ഉപയോഗിക്കാത്തത് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക മാക്സിമം. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഈ ദൂരത്ത് നമ്മുടെ മക്കളെ ശീലിപ്പിക്കരുത് കേട്ടോ. എത്ര പൈസയുള്ള ആൾക്കാരാണെങ്കിലും മക്കളെ ദൂരത്ത് ശീലിപ്പിക്കരുത്. നാളെ റബ്ബിന്റെ അടുത്ത് നമ്മൾ വഴി പറയേണ്ട കേസാണ് അത്. ഓരോന്നിനും നമ്മൾ എന്താ വഴി പറയണം. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അതിനുള്ളതാണ് ഏറ്റവും മിനിമലിസം എന്ന് പറയുന്നത്. മിതത്വം പാലിക്കാൻ ഇസ്ലാം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അത് തന്നെയാണ് മിനിമലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മെഡിറ്റേഷനിലോട്ട് കിടക്കാം അല്ലെ. ഇപ്പൊ തന്നെ 9:36. ഒത്തിരി സംസാരിച്ചു. എനിവേ, റെഡി അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൈയോടെ ചോദിച്ചേക്കണേ. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്തോളൂ. എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തേക്ക്. കൈ ഇത് ഇങ്ങനെ വെക്കുക കേട്ടോ. ഇടത് കൈൻ്റെ ഉള്ളിൽ വലത് കൈ വെച്ചിട്ട് 2 ഫിംഗർ ടിപ്പും മുട്ടിച്ചിട്ട് ഇങ്ങനെ വെക്കുക. സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്. ഇടയ്ക്ക് വന്നിട്ട് ആരും നിങ്ങളെ വിളിക്കരുത്. കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ മെഡിറ്റേഷൻ ഇപ്പൊ ചെയ്യണമെന്നില്ല. ലൈവ് കട്ടായ ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ കുട്ടികളും മക്കളൊക്കെ ഉറങ്ങുന്നത് അതിനുശേഷം മാത്രം ചെയ്താൽ മതി കേട്ടോ. റെക്കോർഡ് കേട്ടിട്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ണടച്ചിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക കേട്ടോ. നട്ടെല്ലൊക്കെ നിവർത്തി വെച്ച്, കഴുത്തിന്റെ എല്ലൊക്കെ നിവർത്തി വെച്ച് സമാധാനമായി കണ്ണടച്ച് സ്ട്രൈറ്റ് ആയിട്ട് നിവർന്നിരിക്കുക. കാല് തറയിൽ ഊന്നിരിക്കുക കേട്ടോ. കട്ടിലാണെങ്കിലും കാല് തറയിലോട്ട് ഇറക്കി ഹലോ ഹലോ ഉം, ഉം. ഒന്നുകൂടെ കാണിക്കാൻ പറ്റുമോ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ആദ്യത്തെ നമ്മള് ദുആ ചെയ്യില്ലേ മോളെ? ദുആ ചെയ്യില്ലേ? ആ അപ്പൊ നമ്മുടെ ഇടത് കൈയിന്റെ ഉള്ളിൽ വലത് കൈ വെക്കൂലേ? ആ അതേപോലെ വെച്ചിട്ട് തള്ളവിരല് രണ്ടും കൂട്ടിമുട്ടിക്കും. ഓക്കെ. എന്നിട്ട് കൈ ചുമ്മാ മടിയിൽ വെച്ചേക്കും. കാല് വെച്ചോ. കാല് തറയിൽ ഊന്നി. കാല് എവിടെ ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ട് കാല് നിലത്ത് മുട്ടിച്ചാൽ മതി കേട്ടോ. തറയിൽ മുട്ടിച്ചാൽ മതി. ഓക്കെ 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 കണ്ണടച്ചിട്ടിരിക്കുക. ലൈറ്റ് ഓഫ് ചെയ്തോട്ടോ. ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നത് നമ്മൾ കണ്ണടച്ചാലും ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ വേണ്ട പോലെ കിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തോളാൻ പറഞ്ഞത്. അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് മിറാക്കളൊന്നുമില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ മക്കളെ. ഫസ്റ്റ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരത്താണ് ആദ്യം പറയുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഇടയ്ക്ക് ചിലപ്പോൾ പോവാൻ സാധ്യതയുണ്ട്. അപ്പോഴേക്കും പാനിക് ആയിട്ട് കണ്ണ് തുറക്കണ്ട. ശ്രദ്ധ പോയാലും കുഴപ്പമില്ല. ഓക്കെ, ശ്രദ്ധ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ ശ്രദ്ധ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാൽ മതി കേട്ടോ. അവിടെ പെട്ടെന്ന് പ്രസന്റ് മൈൻഡിലോട്ടൊന്ന് കൊണ്ടുവന്നാൽ മതി. കുഴപ്പമുള്ള കാര്യമല്ല. ഒട്ടും പാനിക് ആവണ്ട. റിലാക്സ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. കമന്റ്സ് ഒന്ന് ശ്രദ്ധിക്കാം. ശ്വാസത്തിലോട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, ശ്വാസത്തിലോട്ട് ശ്രദ്ധിക്കുക. റിലാക്സ് ആയിട്ട് ഇരിക്കുക. റിലാക്സ് റിലാക്സ് റിലാക്സ്. ഓക്കെ, ഇപ്പൊ പറയുന്ന സമയത്ത് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. വയറിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ശ്വാസം എടുക്കുമ്പോൾ ഉള്ളിലോട്ട് എടുത്തിട്ട് ആ മൂക്കിലൂടെ വരുന്ന ശ്വാസം വയറിലോട്ട് എത്തുന്നത് വരയ്ക്കുള്ള ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുക. വയറിൽ എത്തിക്കഴിഞ്ഞാൽ ഹോൾഡ് ഓൺ എന്ന് പറയുമ്പം ബ്രെത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. റിലീസ്, അതല്ലെങ്കിൽ ബ്രീത്ത് ഔട്ട് സ്ലോലി എന്ന് പറയുമ്പോൾ പയ്യെ വായയിലൂടെ ശ്വാസം ഊതി പുറത്തോട്ട് വിടുക. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. മൂക്കിലൂടെ ശ്വാസം എടുക്കുക. വായയിലൂടെ ഊതി ശ്വാസം പുറത്തോട്ട് വിടുക. ഒരു ബലൂണൊക്കെ ഊതി വീർപ്പിക്കുന്ന പോലെ സ്ലോലി ഊതുക കേട്ടോ. ഊതിയിട്ട് പുറത്തേക്കേണ്ട കാര്യമില്ല. സ്ലോലി പയ്യെ ചെയ്യാം. എല്ലാ സ്റ്റെപ്പും എത്ര സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ലോ ആയിട്ട് ടൈം എടുത്ത് ചെയ്യാം. ഓക്കെ, റിലാക്സ് റിലാക്സ് റിലാക്സ്. ശ്വാസത്തിലോട്ടൊന്ന് ശ്രദ്ധിക്കുക.
Take a deep breath in. Hold on. Breathe out slowly. Breathe 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 in. Hold on. Breathe out slowly. നിങ്ങളുടെ കാലുകളിലോട്ടൊന്ന് ശ്രദ്ധിച്ച് കാലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തോട്ടൊന്ന് ശ്രദ്ധിച്ച് മുഴുവൻ ശ്രദ്ധയും കാലിൻ്റെ പാദത്തിലോട്ട് കൊണ്ടുവന്ന് മുഴുവൻ ശ്രദ്ധയും കാലിൻ്റെ പാദത്തിലോട്ടൊന്ന് കൊണ്ടുവന്ന് ഓക്കെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മുടെ കാലിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കാല് നമുക്ക് തന്ന റബ്ബിനെ ഒന്ന് സ്തുതിച്ച് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പയ്യെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ കാലിൻ്റെ മുട്ടിലോട്ടൊന്ന് കൊണ്ടുവന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് നടക്കാൻ കഴിയുന്നത് ഈ കാൽമുട്ടുകൾ സഹായിച്ചിട്ടാണ് അല്ലേ. ഒന്ന് റബ്ബിനെ സ്തുതിച്ച് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഓക്കെ. നേരെ ശ്രദ്ധ നമ്മുടെ ഹിപ്പിലോട്ടൊന്ന് കൊണ്ടുവന്ന് നമ്മുടെ എത്രയോ പേർക്ക് നട്ടെല്ലിന് ക്ഷതം നേരെ ചൊവ്വ ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ എത്രമാത്രം നമ്മുടെ അരയ്ക്ക് താഴെയുള്ള അവയവങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ. റബ്ബിനോടൊന്ന് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നേരെ വയറിലോട്ടൊന്ന് ശ്രദ്ധ കൊണ്ടുവന്ന് മുഴുവൻ ശ്രദ്ധയും വയറിലോട്ട് കൊണ്ടുവന്ന് സുബ്ഹാനല്ലാഹ്. നമുക്ക് വേണ്ടി എന്തോരം പണി ചെയ്യുന്നൊരു വയറാണല്ലേ. എത്രയോ കിലോ കണക്കിന് ഭക്ഷണങ്ങളെ ദഹിപ്പിക്കുന്ന ഇത്രയും കാലം ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ വർക്ക് ചെയ്ത നമ്മുടെ വയറും ഉള്ളിലുള്ള അവയവങ്ങളല്ലേ. സുബ്ഹാനല്ലാഹ്. ഇത്രയും കാലം നമ്മളെ നേരെ ചൊവ്വെ യാതൊരു രോഗവും ഇല്ലാതെ നമ്മളെ ജീവിപ്പിച്ച റബ്ബിനോടൊന്ന് ഹംദ് പറയാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നേരെ ചെസ്റ്റിലോട്ട് ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മളെ സ്ത്രീകളെ സൗന്ദര്യവതികളാക്കിയ നമ്മുടെ മക്കളെ പാലൂട്ടിയ അല്ലെ നമ്മുടെ ബ്രസ്റ്റ് നമ്മുടെ ഹൃദയം നമ്മളെ കഴുകി ശുദ്ധിയാക്കുന്ന നമ്മുടെ ഹൃദയം ഒന്ന് ഫോക്കസ് ചെയ്ത് ഹൃദയത്തിലോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് കണ്ടേ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സിലുള്ള എല്ലാവിധ നെഗറ്റീവ്സും ശുദ്ധമാക്കുന്ന രീതിയിലൊന്ന് കണ്ട് സുബ്ഹാനല്ലാഹ്. ലിറ്റർ കണക്കിന് ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ടല്ലോ ഓരോ ദിവസവും. നമുക്ക് റബ്ബിനെ ഇത്രയും തന്ന അള്ളാഹുവിനെ ഒന്ന് സ്തുതിക്കാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമുക്ക് നേരെ നമ്മുടെ കഴുത്തിലോട്ടൊന്ന് ഫോക്കസ് കൊണ്ടുവരാം. നമ്മുടെ കഴുത്തിലെ കിലോ കണക്കിന് ഭാരമുള്ള നമ്മുടെ തലനെ യാതൊരു പ്രയാസവും കൂടാതെ താങ്ങി നിർത്തുന്ന നമ്മുടെ കഴുത്ത് സുബ്ഹാനല്ലാഹ്. ഏത് വഴിക്ക് വേണമെങ്കിലും തിരിക്കാൻ പാകത്തിന് എത്രയേറെ സ്പ്രിങ് പോലെ തിരിയുന്ന നമ്മുടെ കഴുത്തിലെ സുബ്ഹാനല്ലാഹ്. നമുക്ക് റബ്ബിനോട് ഹംദ് പറയാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നേരെ തലയിലോട്ടൊന്ന് ശ്രദ്ധ കൊണ്ടുവരിക. ബ്രെയിനിലോട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ഇലക്ട്രിക് പവേഴ്സ് ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് എല്ലാം ഉള്ള നമ്മുടെ ബ്രെയിൻ സുബ്ഹാനല്ലാഹ്. എത്രയേറെ ഭാരമുള്ള 65 75 45 55 പറഞ്ഞ പോലെ അത്രയേറെ കിലോ കണക്കിന് ഭാരമുള്ള നമ്മളെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന മൈക്രോ മിനി ചിപ്പുകളാൽ സമ്പന്നമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചിപ്പുകൾ ഇൻസേർട്ട് ചെയ്താൽ കിട്ടുന്ന അത്രയേറെ പവർ തന്നിട്ടുള്ള നമ്മുടെ ബ്രെയിൻ റബ്ബിനോടൊന്ന് ഹംദ് പറയാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്കള്ള് നമുക്കൊന്ന് ഹംദ് പറയാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മുടെ മുടിയിലെ നമ്മുടെ സ്ത്രീകളെ അഴകാർന്നതാക്കുന്ന നമ്മുടെ മുടി നമുക്ക് ഹംദ് പറയാം. അൽഹംദുലില്ലാ
അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ഫേസ് ഒന്ന് നോക്കി കാണാം. മാഷാ അല്ലാ, അല്ല ക്രിയേറ്റ് ചെയ്ത വൺ ആൻഡ് ഓൺലി ക്രിയേഷൻ അല്ലേ. എന്നെ പോലെ നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തന്ന കണ്ണ് റബ്ബ് നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്ന മൂക്ക് റബ്ബ് നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്ന കളറ് പഠിച്ച നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. റബ്ബിന്റെ കണ്ണിൽ നിങ്ങൾ സുന്ദരികളാണ്. അപ്പം നിങ്ങളുടെ കണ്ണിലും തീർച്ചയായിട്ടും നിങ്ങൾ സുന്ദരികളായിരിക്കണം. പൂർണ്ണമായ സന്തോഷത്തോടെ റബ്ബിനോടൊന്ന് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഞങ്ങളുടെ കൈകളിലോട്ടൊന്ന് ശ്രദ്ധ കൊണ്ടുവന്ന് സുബ്ഹാനല്ലാ. കൈ രണ്ടൊന്ന് ലൂസാക്കി വെച്ച്, ലൂസാക്കി വെച്ച്. ഈ രണ്ട് കൈ കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണല്ലോ ചെയ്തതെന്ന് റിലാക്സ് ആക്കി വെച്ച്, റിലാക്സ് ആക്കി വെച്ച്. സുബ്ഹാനല്ലാ. ഈ രണ്ട് കൈ കൊണ്ട് എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തല്ലേ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാക്കിയ റബ്ബിനോടൊന്ന് ഹംദ് പറയാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിങ്ങളുടെ ശരീരത്തിലോട്ട് മൊത്തത്തിലോട്ടൊന്ന് ശ്രദ്ധിച്ച് അൽഹംദുലില്ലാ. നമുക്ക് മറ്റൊരുപാട് പേർക്ക് കൊടുക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഓരോരുത്തരും നമ്മുടെ തള്ളവിരലിന്റെ തുമ്പിലുള്ള ഫിംഗർ പ്രിന്റ് വരെ ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ച് തന്നിട്ടുണ്ട് അല്ലേ. എന്നെപ്പോലെ ഞാൻ മാത്രം, ഞങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെപ്പോലെ വേറൊരാളെയും പഠിച്ചാൽ പഠിച്ചിട്ടില്ല. നിങ്ങളായിട്ട് നിങ്ങൾ മാത്രമേ ദുനിയാവിലുള്ളൂ. ആ റബ്ബിനോടൊന്ന് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പഠിച്ചവന് ഇനി കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന് കണ്ണടച്ച് സമാധാനമായിട്ടൊന്ന് റിലാക്സ് ആയിട്ടിരുന്ന് ശരീരത്തിലൊന്ന് കൂളാക്കി വെച്ച് തീരെ ബലമില്ലാതെ ബലമൊക്കെ ഒഴിവാക്കി സമാധാനമായി ശരീരത്തെ മുഴുവൻ ഒന്ന് റിലാക്സ് ആക്കി വെച്ച് തലയിലോട്ടൊന്ന് ശ്രദ്ധ കൊണ്ടുപോയി തലയൊന്ന് റിലാക്സ് ആക്കി വെച്ച് റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഷോൾഡറിലോട്ടൊന്ന് ശ്രദ്ധ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ഫോക്കസ് ഷോൾഡറിലോട്ട് കൊണ്ടുവന്ന് കംപ്ലീറ്റ് മുഴുവൻ ഫോക്കസ് ഷോൾഡറിലോട്ട് കൊണ്ടുവന്ന് ഒന്ന് റിലാക്സ് ആക്കി വെച്ച് റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ചെസ്റ്റിലോട്ടൊന്ന് ശ്രദ്ധ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആക്കി റിലാക്സ്, റിലാക്സ്, റിലാക്സ്. വയറിലോട്ടൊന്ന് ശ്രദ്ധ കൊണ്ടുവന്ന് ഒന്ന് റിലാക്സ് ആക്കി റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഹിപ്പിലോട്ട് ഒന്ന് റിലാക്സ് ആക്കി റിലാക്സ്, റിലാക്സ്, റിലാക്സ്. കാലിലോട്ട് റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഫ്രീ ആയിട്ട് സമാധാനമായിട്ട് കുറച്ച് സമയം ഇരുന്ന് നിങ്ങൾ ഏറ്റവും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലേസ് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. ഗാർഡൻ ആവാം, എപ്പോഴും പറയുന്നത് പോലെ വെള്ളച്ചാട്ടമാവാം, കാബ ആവാം. നിങ്ങൾക്ക് എവിടെയാണോ ഇരിക്കാൻ ആഗ്രഹം കുറച്ച് സമയം അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ മാത്രം നോക്കിക്കാണും. നിങ്ങളുടെ ചിന്തകളെ മാത്രം, അതിൽ എത്രമാത്രം നന്മകൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് മാത്രം നോക്കിക്കാണും. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ പോസിറ്റീവ് തോട്ടിനും ഓരോ ഗോൾഡൻ സ്റ്റാർ കൊടുക്കുക. ഓരോ നല്ല ചിന്തകൾക്കും ഓരോ ഗോൾഡൻ സ്റ്റാർ. റബ്ബിനെ ഇങ്ങനെ സ്തുതിക്കും തോറും ഓരോ ഹംദ് പറയും തോറും നിങ്ങളുടെ ഓരോ ചിന്തകൾക്കും ഓരോ ഗോൾഡൻ സ്റ്റാർ കൊടുക്കുക. പഠിച്ച നിങ്ങൾക്ക് തന്നിട്ടുള്ള വെൽത്തിനെ നോക്കിക്കാണാം. ഈ സമയം നിങ്ങൾക്ക് തന്നിട്ടുള്ള സമ്പാദ്യം, നിങ്ങളെന്ന് കഴിച്ച ഭക്ഷണം, നിങ്ങളെന്ന് ഇട്ട ഡ്രസ്സ്, നിങ്ങളുടെ വീട്ടിലുള്ള സൗകര്യങ്ങൾ ഓരോന്നിനും നിങ്ങൾക്ക് നോക്കിക്കാണാം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഗോൾഡൻ സ്റ്റാർ കൊടുക്കും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കുറച്ച് സമയം നോക്കിയിരുന്ന് റിലാക്സ്. ഓക്കെ, കൗണ്ട് ഓഫ് 3 നമുക്ക് കണ്ണ് തുറക്കാം. 1, 2, 3. ഓപ്പൺ യുവർ ഐസ്. മാഷാഅല്ലാ.
ഓക്കെ, മെഡിറ്റേഷന് പുറത്ത് വന്നവര് വീഡിയോ മോഡിലും ആയിട്ടോ. ഉറങ്ങിപ്പോയോ ആരെങ്കിലും? ഉറങ്ങിയ? പിക്കപ്പ്? ഇല്ല. മാഷാഅല്ലാ, ആരും ഉറങ്ങിപ്പോയവരില്ലല്ലോ അല്ലെ? ഓക്കെ, ഇടയ്ക്ക് കോൺസെൻട്രേഷൻ പോയ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ 10-15 മിനിറ്റിന് മേലെ ചെയ്തതുകൊണ്ട് ആരുടെങ്കിലും ഒക്കെ കോൺസെൻട്രേഷൻ പോയായിരുന്നോ? ഒന്ന് ക്യാമറ വീഡിയോ ഓൺ ആക്കുമോ എല്ലാവരും? ഓക്കെ, ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്ന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം. കാരണം നമ്മൾ 2-3 ദിവസമായില്ലേ, 2 ദിവസമായില്ലേ മെഡിറ്റേഷൻ ലൈവായിട്ട് സ്കിപ്പ് ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് ചോദിക്കാം. റംല പറഞ്ഞോളൂ, പറഞ്ഞു തുടങ്ങിക്കോ. ഹൗ ഡു യു ഫീൽ? ഫസ്റ്റ് മെഡിറ്റേഷൻ അല്ലേ? ഹനി ആ കൈ ഒന്ന് റാബ് ചെയ്ത് കാണിച്ചു കൊടുത്തേ. ഒന്ന് ഇങ്ങനെ ചെയ്തേ, ഹനി ചെയ്തു തരും. അതുപോലെ ഒന്ന് ചെയ്തേ. കൈ ഒന്ന് വരുതേ, 2 കൈ ഇങ്ങനെ കൂട്ടി വരുതേ. നമ്മൾ കൈയൊക്കെ ചൂടാക്കൂലേ തണുപ്പ് കാലത്ത്, അതേപോലെ കൈ ഒന്ന് കൂട്ടി വരുതേ. ഒരു കയ്യിൽ മൊബൈൽ ആയതുകൊണ്ടാ കാണിച്ചു തരാത്തെ. 2 ഹനിയോ? ഹനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ? ഓക്കെ, ഹനി ഒന്ന് കാണിച്ചു കൊടുക്കടാ. കൈ ഒന്ന് അതെ അതുപോലെ ചെയ്തേ എല്ലാവരും. അത് സജീന ചെയ്യുന്നുണ്ട്, അതേപോലെ ചെയ്തേ. മാഷാഅല്ലാ. കണ്ടോ? ചെയ്തത് കണ്ടോ? സജീന ചെയ്തില്ലേ? അതേപോലെ ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്, മാഷാഅല്ലാ. മെഡിറ്റേഷൻ കഴിഞ്ഞവർ ഒന്ന് വീഡിയോ മോഡിൽ വരുമോ? ജുവൈരിയ വരാൻ പറ്റൂലേ? കറണ്ട് വന്നില്ലേ? ഇല്ല, ആത്തിഫ്. കറണ്ട് ഇതുവരെ വന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ആതിഫിന്റെ ഉമ്മയാണ് അല്ലെ? ഒന്ന് വീഡിയോ മോഡിൽ വരുമോ? പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. ബുദ്ധിമുട്ടുണ്ടോ വീഡിയോ മോഡിൽ വരാൻ? ചെറുങ്ങനെ മെഡിറ്റേഷൻ പോയിക്കിനെ ആ മഴ ഉണ്ട്, പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. സൗണ്ട് കേട്ട് മാം എല്ലാം കണ്ണു തുറന്ന് നോക്കി. സൗണ്ട് ഇട്ടപ്പോ കണ്ണു തുറന്ന് നോക്കിയോ? മിടുക്കി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കണ്ണ് തുറക്കരുതെന്ന്. കുത്തു കിട്ടും ഞാൻ ഞാൻ ആരെങ്കിലും മെഡിറ്റേഷൻ റൂമിലല്ലായിരുന്നു, എടുക്കാൻ തുറന്ന. റൂമിൽ ആളുണ്ടായി, ഞാൻ ഡൈനിങ് ഹാളിൽ ഹലോ, നിൽക്കുന്നേ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ. ഓക്കെ, കുഴപ്പമില്ല. റൂമിലായത് കാരണകൊണ്ട് റൂമിൽ ആളുണ്ടായിട്ടേ ഡൈനിങ് ഹാളിലൊക്കെ പോന്നപ്പോ സൗണ്ട് നല്ലോണം കേൾക്കല്ലോ മഴന്റെ. അപ്പൊ ചുരുക്കി പറഞ്ഞ മെഡിറ്റേഷൻ ഫീൽ ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? മെഡിറ്റേഷൻ ഇരിക്കാൻ ഇത്തിരി നിബന്ധനകളുണ്ട്. നമുക്ക് ഇത്തിരി സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം. പടക്കം പൊട്ടുന്ന സൗണ്ടിന്റെ ഇടയിലാവരുത്. അങ്ങനെ കുറെ നിബന്ധനകളുണ്ട് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ. എന്നാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളിത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. പുതിയതായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. മെഡിറ്റേഷൻ ആണെന്ന് പറയുന്നത് തന്നെ നമ്മൾ സമാധാനം കിട്ടാൻ വേണ്ടി ഇരിക്കലാണ്. അപ്പൊ നമ്മള് പൂരപ്പറമ്പിന്റെ തിരക്കില്ല. കാരണം അത് വളരെ ശരിയാണ്. ഞാൻ എന്നും മോനൊരു 8-8:15 8 ഉറങ്ങാറുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ മേലെ പോയിരുന്നിട്ടാണ് ക്ലാസ്സും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുക. ഇപ്പൊ ആ ആ ഒരാഴ്ചയായിട്ട് അവനെങ്കിൽ പനി ഇതായ കാരണം സ്കൂളിലും മദ്രസയിലും പോയിട്ടില്ല. അപ്പൊ ഉറക്കമൊക്കെ ടൈം മാറി. അപ്പൊ ഞാനിപ്പോ ക്ലാസ്സിന്റെ ഇടയിലാണ് അവനെ ഉറക്കിയത്. അപ്പൊ താഴെ ഇരുന്നപ്പോ കുട്ടികൾ വരുന്നു, കബോർഡ് തുറക്കുന്നു, ലൈറ്റ് ഇടുന്നു. അപ്പൊ നമ്മൾക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ശ്രദ്ധ കിട്ടും. തെറ്റും. എങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അത് മെഡിറ്റേഷൻ മാറിപ്പോകും. ചെയ്യുന്നതിന് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനെ തന്നെ നമ്മൾ ഡിസ്റ്റർബൻസിൽ ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുമോ? എനിക്കത് ശരിക്കും ഫീൽ ചെയ്ത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് മേലെ പോയിരിക്കുമ്പോ നമ്മളൊന്നും അറിയുന്നില്ല. Yes. നമുക്ക് ഈ മോൻ അതിലങ്ങോട്ട് ഉറങ്ങാത്ത ലയിച്ച് കാരണം ഞാൻ ചെയ്യാൻ താഴെ പറ്റും. പോയിട്ടാണ്. അതൊരു പ്രത്യേക തരം ഒരു ഫീലാണ്. അപ്പൊ ആ ഫീലിൽ നമ്മൾ ഇരിക്കുമ്പോ നമുക്ക് നമ്മളെ തന്നെ നമ്മൾ സുഖിപ്പിക്കുന്ന ഒരു പരിപാടി അറിയില്ലേ? എന്താ? ആരാണത്? കേട്ടില്ല. ഇന്നത് ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് പറയാം. സാരില്ല, സാരില്ല. നമുക്ക് ഇൻഷാല്ല പിന്നെ ഒരു ദിവസം നോക്കാം. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറയാം നിങ്ങളുടെ അടുത്ത്, നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലീവ് ചെയ്തേക്കുക. കാരണം നമ്മുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുള്ളൂ. ക്ലാസ് നിങ്ങൾക്ക് ഏത് അവസ്ഥയിൽ ഇരുന്നിട്ട് കേൾക്കാം. അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ മെഡിറ്റേഷനിലോട്ട് വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആ ഒരു റിലാക്സ് മോഡിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വിപരീതമായിട്ട് എന്താ പറയാ, എത്ര ഇരുന്നാലും എനിക്ക് ഇതിലൊരു റിസൾട്ട് വരുന്നില്ല എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് വരും. നിങ്ങൾ ഇരിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടൂല. നമ്മള് എന്താ പറയാ, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആ സമയത്ത് നമ്മൾ ടി വി കണ്ടോണ്ട് ഭക്ഷണം കഴിക്കണെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ശ്രദ്ധ മൂവിയിലിരിക്കാം. നമ്മൾ കഴിച്ചോ, വയറ് നിറഞ്ഞോ,
അത്രേ ഉണ്ടാവുള്ളൂ അല്ലെ. ഞങ്ങളുടെ വീട്ടിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ നാത്തൂന്മാര് രണ്ടുപേരും പാടെ ഒരു കലം ചോറ് തിന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാ. എല്ലാവർക്കും പാടെ ഉണ്ടാക്കി വെച്ച ചോറാണ്. അമ്മായിയമ്മ അവര് കുറേശ്ശെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ രണ്ടുപേരും പാടെ അടുക്കളയിൽ ഇരുന്നിട്ട് മീൻകറി എടുത്ത് വെച്ചിട്ട് വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. ഇവര് ഈ വർത്താനത്തിൽ ശ്രദ്ധിച്ചിട്ട് എന്ത് വർത്താനം അതിന് മാത്രം പറഞ്ഞതെന്ന് അറിയില്ല. രണ്ടാളും പാടെ ഇരുന്ന് ഫുള്ള് സീരിയസ്ലി ഞങ്ങൾ എത്ര ആൾക്കാരുടെ ഭക്ഷണം എന്നറിയോ? ഞാന്, ഹസ്ബൻഡിന്റെ രണ്ട് ഏട്ടന്മാരുണ്ട്, അവര്, ഹസ്ബൻഡ്, 3 നാത്തൂന്മാരുണ്ട്, അവര്, ഞങ്ങൾ 2 മരുമക്കളുണ്ട്, ഞങ്ങളുടെ ഒക്കെ പാടെ പേരക്കുട്ടികളുണ്ട്. ഇവരൊക്കെ പാടെ കണക്കാക്കി ഇട്ട ചോറ് ഫുള്ള് ഇവര് രണ്ടുപേരും പാടെ ഇരുന്ന് തിന്നു. അതും അതിന് കൂട്ടാനും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് പറയാണ് വയറ് നിറഞ്ഞതെന്ന് അറിഞ്ഞിട്ടില്ല. അത്ര ഭക്ഷണം കഴിച്ചു അവര് വർത്താനത്തിന്റെ ഇടയില്. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മള് നമ്മുടെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അവര് ഫുഡിലോട്ടൊന്നല്ല ശ്രദ്ധ ഫുൾ ഉണ്ടായിരുന്ന, ശ്രദ്ധ മൊത്തം അവരുടെ വർത്താനത്തിലായിരുന്നു. ബാക്കി മൊത്തം പണി മൊത്തം നടന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. കോൺഷ്യസ് മൈൻഡ് ഫുള്ള് വർത്താനത്തിലുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ചോറ വെച്ചിട്ടുള്ളൂ എന്നിട്ട് മൂത്തശ്ശിയുടെ അടുത്ത് പറയാ, ഇത്തിരി തന്നെ വെച്ചുള്ളേ. മൂത്തശ്ശി പറയാ, അല്ലേ ഞാൻ ഉമ്മച്ചിക്ക് അളവ് കാണിച്ചു കൊടുത്തിട്ടാ വെച്ചേന്ന്. മൂത്തശ്ശി അവർക്ക് എന്തെങ്കിലും കാട്ടാൻ പറ്റുമോ? മരുമോള് നാത്തുമാര് വന്നപ്പോ ചോറിന് അരിയിട്ടില്ല അറിയില്ലേ? എന്തോ നല്ല കാലം അമ്മായിമ്മനെ കാണിച്ചിട്ടാണ് മൂത്തശ്ശി ചോറിന് അരിയിട്ടുണ്ടായിരുന്നത്. അതാണ് അവസ്ഥ. അപ്പൊ നമ്മളെപ്പോഴും നമ്മള് ഇരിക്കുന്ന സമയത്ത് അത്രമാത്രം ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഓരോടത്താക്കിയിട്ട് നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ ഡെയിലി ഇരിക്കുന്നുണ്ട്, നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട് എന്നല്ലാതെ നമ്മുടെ ആവശ്യം അവിടെ നടക്കൂല. ഇത് നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ? എനിക്ക് സമാധാനം ഉണ്ടാവണം, എനിക്ക് സന്തോഷം ഉണ്ടാവണം, എനിക്ക് അള്ളാഹുലോട്ട് അടുക്കണം, എന്റെ ജോലികൾ എനിക്ക് കൃത്യമായിട്ട് ചെയ്യണം, എനിക്ക് ഫോക്കസ് ഓറിയന്റഡ് ആയിട്ട് ഇരിക്കണം, എന്റെ ലൈഫിലുള്ള ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യണം. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അള്ളാന്റെ സഹായം നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ, നമുക്ക് ഒരിക്കലും ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റ് അനാലിസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗോള് സെറ്റ് ചെയ്തിട്ടോ ഒപ്പണൊപ്പണോ മറ്റേ എന്താ പ്രയർ പറഞ്ഞതുകൊണ്ടോ ഒന്നും സംഭവിക്കൂല. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് എവിടെയെങ്കിലും ഒരു ടൂർ പോകുമ്പോ അല്ലെങ്കിൽ ഒരു ഹിമാലയത്തിലൊക്കെ പോയിട്ടിരിക്കുമ്പോ ഫസ്റ്റ് നമ്മൾ കണ്ടില്ല ഹിമാലയ കണ്ട്, മാഷല്ലാ ഹിമാലയ ഇത്രയും അടിപൊളിയാണ്. പക്ഷെ കുറച്ചു കാലം നിൽക്കുമ്പോഴേക്കും കുറച്ച് ദിവസം നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഫീലേ പോകും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടുത്തെ തണുപ്പ് പറ്റില്ല, ക്ലൈമറ്റ് പറ്റില്ല, നമുക്ക് നമ്മുടെ വീട് തന്നെ ആയിരിക്കും ഇഷ്ടം. അതേപോലെ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഈ പറയുന്ന ഒപ്പണൊപ്പണ തിയറി, മറ്റേ പ്രയർ, ബാക്കിയുള്ളത് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വിഷ് അനലൈസ് ചെയ്ത് സ്ക്രിപ്റ്റ് അനലൈസ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോ കുറച്ചൊക്കെ നമുക്ക് നടക്കണ പോലെയൊക്കെ തോന്നും. പക്ഷെ ഇതിങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അതവിടെ മരവിച്ച് അവിടെ സ്റ്റോപ്പ് ആവും. ഒന്നും നടക്കൂല. നമ്മുടെ വീണ്ടും പണ്ടത്തെ കഷ്ടപ്പാടും ദാരിദ്ര്യവും സങ്കടവും പറച്ചിലും ഒക്കെ തന്നെ നമുക്ക് സ്ഥായിയായ ഭാവം നമ്മുടേത് അതായിട്ട് പോകും. നമുക്ക് അൾട്ടിമേറ്റ് മനസ്സമാധാനം വേണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിലോട്ട് അടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ താൽക്കാലിക പ്രശ്നങ്ങളെ, ഈ വക കച്ചറകളൊക്കെ നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുള്ള കുറെ കച്ചറകൾ ഉണ്ടല്ലോ, അതിനൊക്കെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് മാറ്റുക, ഹേർട്ട് ക്ലീൻ ചെയ്യുക, അള്ളാഹുവിലോട്ട് അടുക്കുക. അള്ളാഹുവിലോട്ട് അടുക്കാനുള്ള എന്താ പറയാ വെറും മാർഗം മാത്രമാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും നമ്മുടെ തൗഹീദിനെ, വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയാ മെഡിറ്റേഷൻ ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് പലപ്പോഴും പല കാര്യങ്ങളും ഷിർക്കിലോട്ട് പോകും. ഒരിക്കലും എല്ലാം നമ്മുടെ മനസ്സല്ല. നമ്മുടെ മനസ്സ് ക്ലീൻ ആക്കുന്നത് മാത്രമാണ്, ഒരു ക്ലെൻസിങ് പ്രോസസ്സ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അവസാനം അതിന്റെ ഒരു അന്ത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അത് മേടിച്ചെടുക്കാൻ വേണ്ടി പ്രിപ്പയർഡ് ആവുക, ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ മൈൻഡ് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും. അത് റിയലൈസ് ചെയ്യുക, റെഡി ആയിട്ടിരിക്കുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലവ് യു. എനിക്ക് നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. വലൈക്കും അസ്സലാം.